പ്രമോദ് തന്തത്താഴ് എന്നുള്ള കഥയുടെ അടുത്ത ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ശരണിനെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയ സാക്ഷിയെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവൾ വഴിയിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴിയരികിൽ തമിഴ് സംസാരിച്ചു നിന്ന രണ്ടുപേർ തന്നെയാണ് നോക്കുന്നതെന്ന അറിവോടെ തന്നെ അവൾ റോഡിലൂടെ നടന്നു. അടേങ്കപ്പ அந்த பொம்பிள்ளை இந்த நேரத்தில் எங்கே போயிட்டு இருக்கு? ശരവണ പാർഡ തനിയെ പോന അന്ത പെമ്പിള്ളയെ ഭയമായിരിക്കില്ല. സ്വപ്നരൂപികൾ സംസാരിച്ചു കേട്ടിട്ടില്ല. അതുകൊണ്ട് അവർ ഏതു ഭാഷക്കാരാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മുഖം കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ട ഓർമ്മ മനസ്സിൽ പതിച്ചു വയ്ക്കും മുമ്പേ മാഞ്ഞു പോയിട്ടുണ്ട്. തമിഴിൽ സംസാരിക്കുന്നവർ സ്വപ്നാഗതരുടെ യാഥാർത്ഥ്യത്തിലെ പ്രേതങ്ങളായിരിക്കുമോ? സാക്ഷിക്ക് ഈ ചിന്തകൾ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വപ്നത്തിൽ മൂടി പുതച്ച രൂപങ്ങളെ കാണാറുണ്ട്. അവരുടെ മുഖത്തെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ ഒന്നും തന്നെ അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ തമിഴരുടെ സംസാരം കേട്ടപ്പോഴും ഇത് താൻ സ്വപ്നത്തിൽ കാണുന്ന സ്വപ്നരൂപികൾ തന്നെയാണോ എന്ന് സാക്ഷിക്ക് ഇങ്ങനെ സംശയം തോന്നുകയാണ്. ഒരു വിധത്തിൽ അവൾ റേഷൻ കടയുടെ മുമ്പിലെത്തിയപ്പോഴേക്കും അത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. സാക്ഷി അത് മനസ്സിലാക്കിയതും ഈ ലോകം തന്നെ മറഞ്ഞു പോകും പോലെ ദീപങ്ങളെല്ലാം അണഞ്ഞതും ഒന്നിച്ചായിരുന്നു. ലോഡ് ഷെഡിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇരുട്ടിൽ അവൾ തന്നെ കണ്ടുപിടിക്കാൻ കൈ നീട്ടിപ്പോയി. വീട്ടിനകത്തെ ഇരുട്ടിനെ അവൾ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. വാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ ഏത് ഇരുട്ടും കാലുഷ്യം മറയ്ക്കും. സ്വന്തം കൂട്ടുകാരിയെ എന്ന പോലെയാണ് വീട്ടിനകത്തെ ഇരുട്ട് അവളെ പൊതിഞ്ഞു വെക്കാറുള്ളത്. അപ്രതീക്ഷിതമായി കറണ്ട് പോകുന്ന രാത്രികളിലെല്ലാം ശരൺ അടുത്തെത്തും വരെ ആ കൂട്ടുകാരികൾ മറ്റാർക്കും കാണാനാകാതെ അവളെ പൊതിഞ്ഞു. പക്ഷെ ഈ ഇരുട്ട് ഭയാനകമാണ്. കടയുടെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്. യാതൊരു സുരക്ഷയില്ല. 4 ഭാഗവും ഇങ്ങനെ തുറന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ എത്തിപ്പെട്ടതും കറണ്ട് പോയതും ഒപ്പായിരുന്നു. 4-5 കടകൾ ഉൾപ്പെടെ വലിയ കെട്ടിടത്തിനുള്ളിലാണ് റേഷൻ കട. സാക്ഷി നിൽക്കുന്നത് അതിനു മുന്നിലെ സിമെൻറ്റിട്ട വരാന്തയിലാണ്. അപ്പുറവും ഇപ്പുറവും കടകളാണ്. അവരെല്ലാം കച്ചവടം മതിയാക്കി സ്ഥലം വിട്ടിരുന്നു. താൻ ഈ അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് അറിയാതെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നത് മോളെ സങ്കടപ്പെടുത്തി. ഒരച്ഛനും അത് താങ്ങില്ല. നിമിഷങ്ങൾക്കകം 2 പേരുടെ സംഭാഷണം അവളുടെ ചെവിയിലെത്തി. അപ്പോൾ ആ സമയത്ത് അവൾ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. തൻ്റെ മകളിങ്ങനെ റോഡിൽ നിരാലംബയായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് അച്ഛൻ അറിയില്ലല്ലോ. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊരിക്കലും അത് താങ്ങാൻ കഴിയില്ല എന്ന് അവൾ ചിന്തിക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇരുട്ടിൽ 2 ആൾക്കാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കേട്ടു. ഇതാരാ? ശ്രീനിവാസൻ ചേട്ടനാ. ഇരുട്ടത്ത് എങ്ങനെ കാണാനാ? എവിടെ പോയേച്ചും വരുവാണ്? കടവങ്ങാടിന് സെയ്ത് കട പൂട്ടിയോ? ലോഡ് ഷെഡിങ് അല്ലേ ചേട്ടാ നമ്മുടെ നേരം. ചേട്ടനിപ്പോൾ വല്ലതും വേണോ? വേണ്ട, ചോദിച്ചത് എന്നാൽ പോട്ടെ, അങ്ങനെയാകട്ടെ. അവർ ഒരു സൗഹൃദ സംഭാഷണം. അപ്പം അവരുടെ നല്ല ആൾക്കാരാണെന്ന് സംസാരം കേട്ടാൽ അറിയാമെന്ന് സാക്ഷി ഇങ്ങനെ വിചാരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്തെത്താൻ അവരുടെ സഹായം തേടിയാലോ എന്ന് സാക്ഷി ഒരു നിമിഷം അങ്ങനെ ആലോചിച്ചു. പക്ഷേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പം അതിന് മാത്രം തൻ്റെ സുരക്ഷയെപ്പറ്റി വളരെ ബോധവതിയായിട്ടാണ് സാക്ഷി പെരുമാറുന്നത്. മറ്റൊരു ശബ്ദം മറ്റൊരു വഴിയെ കാതിലെത്തി. ഡാ ശിവേ, കറണ്ട് പോയാൽ നീ തപ്പി നടക്കണമൊക്കെ എന്തിനാന്ന് നമുക്കറിയില്ലേ? ആ പണിക്കാർ പെണ്ണുങ്ങൾ പണി കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും സാമാനം വാങ്ങാനായി ഈ വഴിയിലൊക്കെ കാണുമില്ലേടാ? അല്ല പോക്കറിക്ക, ഒരു ചായക്കുള്ള വക കിട്ടിയിരുന്നെങ്കിൽ. ജോസപ്പേ, അവനൊരു 10 രൂപ കൊടുത്ത് കഴിച്ചിലാക്ക് കേട്ടോ. അതും വാങ്ങി മര്യാദയ്ക്ക് നീ സ്ഥലം വിട്ടോ ശിവു. കഥാപാത്രം ഒരു യാചകനാകണം. കാശും വാങ്ങി അയാൾ താൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുമോ എന്ന് സാക്ഷി പേടിച്ചു. അയാൾ വൃത്തികെട്ട പുതപ്പും കൊണ്ട് ശരീരം മൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് വരും. അപ്പോഴും സാക്ഷിയുടെ മനസ്സിലുള്ള ആ ചിന്തയാണ്. അപ്പോൾ ആളുകളുടെ സംസാരം. അടുത്ത നിമിഷം ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്ന ശബ്ദം അവളുടെ ചെവിക്കരികിൽ നിന്ന് വന്നപ്പോൾ നിന്നിടത്തു തന്നെ അയ്യോ എന്നവൾ നിലവിളിച്ചുപോയി. തീപ്പെട്ടി ഉരച്ച ആളും ഞെട്ടിമാറി. ആരാത്? അയാൾ ചോദിച്ചു. സ്വപ്നാടകൻ്റെ ജീവൽപ്രേതം ഇതാ തന്നെ തൊടാൻ പോകുന്നു എന്ന് സാക്ഷി ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ അയാൾ ഉരച്ചു കത്തിച്ച തീപ്പെട്ടി കമ്പ് നീട്ടി അവളുടെ നേരെ നോക്കി.
താടി വെച്ച ഒരാൾ. കണ്ണുകൾ പുരികങ്ങൾക്കുള്ളിൽ നിന്ന് ആയാസപ്പെട്ട് പുറത്തേക്ക് തള്ളിയാണ് അയാൾ നോക്കിയത്. തീപ്പെട്ടി കമ്പ് എരിഞ്ഞു കെട്ടും. ഒരു പെങ്കൊച്ചാണെന്ന് മനസ്സിലായി. ഇതെന്താ ഈ ഇരുട്ടത്ത്, എന്താ ഉദ്ദേശം? അയാൾ ചോദിച്ചു. ഇത്തവണ ഉരച്ച തീപ്പെട്ടി കമ്പ് കൊണ്ട് അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. സാക്ഷിക്ക് മിണ്ടാൻ സാധിച്ചില്ല. പറഞ്ഞോ കൊച്ചേ, എന്താ കാര്യം? അടുത്ത നിമിഷം സാക്ഷി അയാളുടെ കാൽക്കൽ വീണു. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത്. അനിയനെ കാണാൻ ഇറങ്ങിയതാണ്. ചെക്കൻ സ്കൂളിൽ പോയിട്ട് വന്നില്ല. റേഷൻ കടയിൽ കയറാൻ പറഞ്ഞിരുന്നു. അതാ ഇവിടെ വന്നു നോക്കിയത്. അപ്പോൾ ഒരാളെ കണ്ട് കിട്ടിയപ്പോൾ സാക്ഷിക്ക് ആകെ പേടിയായി. ഇരുട്ടാണ്. ഒരു സിഗരറ്റും കത്തിച്ച് അയാളങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. എന്താണ് ഏതാണ് കാര്യം എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. സാക്ഷി അയാളുടെ കാൽക്കൽ വീണ് കാര്യം പറയാൻ കഴിയുന്ന വിധം പറഞ്ഞൊപ്പിച്ച് സാക്ഷി അയാളുടെ കാൽക്കൽ നിന്ന് എഴുന്നേറ്റു. അയാൾക്ക് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായില്ല. പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് അതിൻ്റെ വെളിച്ചമുണ്ടാക്കി അയാൾ മുഖത്തേക്ക് അടിച്ചു. സുന്ദരി കൊച്ചാണല്ലോ. അത് പറഞ്ഞ് അയാൾ ചിരിക്കുന്നതായി തോന്നി. അപ്പോൾ കാൽക്കൽ വീഴും കൂടിയും ചെയ്തപ്പോൾ അയാൾക്കൊന്നും കൂടിയും അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഡൻസി കൂടുതൽ തോന്നുകയാണല്ലോ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഓടിയാലോ, അങ്ങനെ ചിന്തിച്ചതും സാക്ഷി ഓടാൻ തുടങ്ങിയതും അയാൾ കയ്യിൽ പിടിച്ചതും ഒരേ നിമിഷമാണ്. അവൾ സ്തംഭിച്ചു പോയി. എന്നിട്ട് അനിയനെ കണ്ടുപിടിക്കണ്ടേ? അയാൾ ഒട്ടും സ്വരവ്യത്യാസമില്ലാതെ ചോദിച്ചു. വേണം. സാക്ഷി തന്നോട് തന്നെ എന്ന പോലെ ഉരുവിട്ടു. എവിടെയാ ഇനി അന്വേഷിക്കേണ്ടത്? ഏതെങ്കിലും ബന്ധുവീട്ടിൽ അയാൾ തിരക്കി. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തിയാൽ മതിയായിരുന്നു, അവൾ പതുക്കെ പറഞ്ഞു. അച്ഛനെവിടെയാ? കയ്യിൽ നിന്ന് പിടിവിടാതെ അയാൾ ചോദിച്ചു. കടവങ്ങാട്ട് സരിക ബാറിൽ. അത് കൊള്ളാം, പറ്റിയ സ്ഥലം. അയാളുടെ ചിരി ഇപ്പോൾ അല്പം കൂടി ദൃഢമാണ്. വാം. അയാൾ അനുവാദം ചോദിക്കാതെ സാക്ഷിയെ പിടിച്ച് മുന്നോട്ട് നടന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിരുന്ന് അയാളത് സ്റ്റാർട്ട് ചെയ്തു. കയറ്, അയാൾ തിരിഞ്ഞു നോക്കാതെ ആവശ്യപ്പെട്ടു. ആശ്വാസത്തോടെ കയറാൻ കാലെടുത്തു വെച്ചപ്പോഴാണ് എന്ത് ധൈര്യത്തിൽ എന്ന ചോദ്യം അവളുടെ മനസ്സിലൊഴിച്ചത്. കാൽ പിൻവലിച്ചു. കയറിൻ്റെ കൊച്ചേ, ഇവിടെ നിന്നാൽ ഒന്നും നടക്കത്തില്ല. അയാൾ വീണ്ടും പറഞ്ഞു. സരിക ബാറിലല്ലേ അച്ഛൻ ഉള്ളത്? അവിടെ എത്തിച്ചു തരാം. ഒരിക്കൽ കൂടി ചിരി. അപ്പോൾ ആ ചിരിയിലൊക്കെ അവൾ വേറെ വേറെ അർത്ഥങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രിയാണ്, പരിചയമില്ലാത്ത ആളാണ്. ഓട്ടോയിൽ കയറ്റിയിട്ട് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഒന്നും അവൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി കയറാൻ തുടങ്ങുമ്പോൾ അവൾ ഒരുപാട് പ്രാവശ്യം ചിന്തിക്കുന്നുണ്ട്, കയറിയാൽ എന്താവും അവസ്ഥ എന്ന്. എന്നാൽ അവൾക്ക് കയറാതിരിക്കാനായിട്ട് പറ്റുന്നുമില്ല. ഏതായാലും അവൾ മനസ്സുറപ്പിച്ച് ഓട്ടോയിൽ കയറി. വണ്ടി പുറപ്പെട്ടതും എല്ലായിടത്തും ലൈറ്റ് തെളിഞ്ഞു. ലോഡ് ഷെഡിങ് കഴിഞ്ഞു. 9 മണിയായി. ഓട്ടോ കടവങ്ങാട്ടേക്ക് കുതിച്ചു. അച്ഛൻ എല്ലാ ദിവസവും ബാറിൽ പോകുമോ? അധികം ആൾപ്പെരുമാറ്റമില്ലാത്ത വഴിയിലൂടെ വണ്ടി നീങ്ങിയപ്പോൾ അയാളുടെ ചോദ്യങ്ങളിൽ നിന്ന് സാക്ഷിക്ക് ഒഴിഞ്ഞു മാറാൻ വഴിയില്ലായിരുന്നു. പോകും. ഓട്ടോയുടെ കമ്പിയിൽ അവൾ മുറുകെ പിടിച്ചു. എല്ലാ ദിവസവും കുടിക്കുമോ? ആള് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ചിരിക്കാനായിട്ട് തുടങ്ങി. അച്ഛന് ബാറിലാ ജോലി. ഓഹോ, അതാണ്. വീണ്ടും അയാൾ കനമുള്ള ചിരി ചിരിച്ചു. സ്ഥിരം ബാറിലാ അല്ലേ? അവിടെ എന്തു പണിയാം? ക്യാഷിലോ അതോ ടേബിളിലോ? അതെനിക്കറിയില്ല. അവൾ ശബ്ദം കനപ്പിച്ചു. അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. അമ്മയോ? അമ്മ നാട്ടിലില്ല, പിന്നെ ഗൾഫിലാണ്. അത് കലക്കി. അമ്മ ഗൾഫിൽ, അച്ഛൻ ബാറിൽ, മോള് വഴിയിൽ. അയാൾ വീണ്ടും പൊട്ടിച്ചിരിക്കും മുമ്പേ അവൾ ഉറക്കെ പറഞ്ഞു. മതി, നിർത്ത്. അയാൾ നിശബ്ദനായി. അങ്ങനെ അയാളിൽ നിന്ന് അങ്ങനെ കുറേ പരിഹാസങ്ങൾ അവൾക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നു. എന്നാലും വലിയ വേറെ മാന്യതയിലല്ലാതെ ഒന്നും തന്നെ ഒരു പെരുമാറ്റവും അയാളിൽ നിന്ന് അവൾക്ക് ഉണ്ടായില്ല. കടവങ്ങാട്ട് ഒരു ചെരുവിൽ ഇറങ്ങി പെട്രോൾ പമ്പിന് അപ്പുറം സരിക ബാർ ഹോട്ടലിന് മുമ്പിൽ ഓട്ടോ നിർത്തുമ്പോൾ പല ഭാഗത്തു നിന്നായി പലരും തുറിച്ചു നോക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ തടഞ്ഞു. അവിടെ ഇരി, ഞാൻ നോക്കിയിട്ട് വരാം. അയാൾ വണ്ടി നിർത്തി ഇറങ്ങി ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിപ്പോയി. ഒരിക്കൽ പോലും വരാത്ത സ്ഥലം, ചുറ്റും അപരിചിതര്. എന്നിട്ടും സാക്ഷിക്ക് ധൈര്യമുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ ഇറങ്ങി വരുമെന്ന ഉറപ്പ്. നിങ്ങൾക്ക് മേലാച്ചിറയിൽ ബന്ധുക്കളുണ്ടോ? ഇതും ചോദിച്ചാണ് 5 മിനിറ്റ് കഴിഞ്ഞ് ഓട്ടോ ഡ്രൈവർ ഇറങ്ങി വന്നത്. അപ്പോൾ അവൾ അമ്പരന്നിരിക്കുമ്പോൾ അയാൾ വണ്ടിയിൽ കയറി അത് സ്റ്റാർട്ട് ചെയ്തു. ഇയാളുടെ അച്ഛൻ അനിയനെ അങ്ങോട്ട് വിട്ടതാണ്, ഇയാളോട് പറയാൻ വിട്ടുപോയെന്ന്. നല്ല തന്ത. അയാൾ ഓട്ടോ തിരിച്ചു. അച്ഛൻ ഉടനെ വരാമെന്ന് പറഞ്ഞു. കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവിടാനുള്ള കാശും തന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ ചെന്ന് അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് മറുപടി കിട്ടിയത് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ സാക്ഷിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു മറുപടിയാണ് അയാൾ വന്ന് പറയുന്നത്.
സാക്ഷിക്ക് അത് പൂർണ്ണമായും അവിശ്വസനീയമായിരുന്നു. വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങാനുള്ള സാഹസം കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവൾ അതിലിരുന്നു. അച്ഛൻ തന്നോട് പറയാതെ ശരണ്യെ അങ്ങോട്ട് വിടില്ല. ഇതൊരു കുരുക്കാണ്, തന്നെ തട്ടിക്കൊണ്ടു പോകാനുള്ള കുരുക്ക്. അതിന് ഞങ്ങൾക്ക് മേലാച്ചിറ ബന്ധുക്കളില്ലല്ലോ. അവൾ അയാളുടെ കള്ളത്തരത്തെ പൊളിക്കാൻ ശരിക്കും ഒരു പൊളി പറഞ്ഞു. എന്നാൽ ഇന്ന് തൻ്റെ തന്ത ഉണ്ടാക്കി കാണും. അവിടെ അടങ്ങിയിരിക്കും ഒച്ച, അയാൾ ശരിക്കും ശകാരിച്ചു. ആ ശകാരത്തിനെ ഓട്ടോയിൽ അമർന്നിരുന്നു പോയ സാക്ഷി വീടിന് മുന്നിലെത്തിയപ്പോൾ ഇറങ്ങി പിടിവിട്ട പൂച്ചയെപ്പോലെ വീടിനകത്തേക്ക് ഓടി. താൻ ചതിക്കപ്പെട്ടില്ല എന്ന യാഥാർത്ഥ്യത്തേക്കാൾ അവൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടത് താൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് തോന്നലാണ്. മൂടിപ്പുതച്ചവരുടെ വെളിപ്പുറങ്ങൾക്ക് ദുസ്വപ്നങ്ങൾ കണ്ടതിനേക്കാൾ ഉദാരമായ മുഖം നൽകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ ഏതായാലും അവൾ പുറത്തു പോയി വളരെ സുരക്ഷിതയായിട്ട് തന്നെ തിരിച്ചു വന്നു. പുറത്തുള്ള മുഖങ്ങൾ അവളെ ഒരിക്കലും മറ്റൊരു രീതിയിൽ കാണാനോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്ക് ഉണ്ടാക്കാനോ ശ്രമിച്ചില്ല. നീ ഒറ്റയ്ക്കല്ലേ? കുറച്ച് നേരത്തെ ഇറങ്ങി. കയ്യിൽ ഓറഞ്ചും പൂവമ്പഴവും നിറച്ച സഞ്ചിയുമായി 10 മണിക്ക് അച്ഛൻ കയറി വന്നു. കൂടുതലൊന്നും പറയാതെ നേരെ മുറിയിൽ കയറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവളെ വിളിച്ചു. ഓട്ടോക്കാരൻ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി അയാൾ പോയി. 10 മണിയായപ്പോൾ അച്ഛൻ നീ ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓറഞ്ചും പഴമൊക്കെ വാങ്ങിയിട്ട് വന്നു. സാച്ചു എന്നാണ് അമ്മ അവളെ വിളിച്ചിരുന്നത്. കണ്ണെത്താ ദൂരത്തെ ഇരുന്ന അമ്മയുടെ ആ വിളി അവൾ ഇപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ വിളിക്കാൻ മറ്റാരും ഇല്ലായിരുന്നു. അച്ഛൻ അമ്മയെയോ ശരണിനെയോ വിളിക്കും. തനിക്കുള്ള സന്ദേശങ്ങൾ വന്നത് അവർ ദൂതരായിക്കൊണ്ടാണ്. അവൾ എന്ന സർവനാമം അച്ഛന് തന്നെ വിളിക്കാവുന്നതിൻ്റെ പരമാവധി. ഇപ്പോൾ അവളെ അയാൾ വിളിച്ചത് സാച്ചു എന്നായിരുന്നു. അത് സാക്ഷിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ അമ്മയുടെയും ശരണിൻ്റെയും മുന്നിൽ ആവശ്യമില്ലാതെ തന്നോട് ഗൗരവം കാണിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം അച്ഛൻ ഈ സമയത്ത് തന്നോട് കാണിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെടുക. ഒരിക്കലും അമ്മയുടെയും ശരണിൻ്റെയും മുമ്പിൽ വെച്ചിട്ട് അച്ഛൻ തന്നോട് ഇത്തരത്തിൽ സ്നേഹപ്രകടനങ്ങൾ നടത്തിയിട്ടില്ല. വെറുതെ ഒരു അഭിനയമായിരുന്നു അച്ഛൻ്റെ ഈ ഗൗരവഭാവം എന്ന് സാക്ഷി ഇങ്ങനെ വിചാരിക്കുക. സാക്ഷി ചെന്നപ്പോൾ അയാൾ കുളിച്ച വസ്ത്രം മാറി കട്ടിലിരുന്ന് ഒരു ചെറുപൊതി കഴിക്കുകയായിരുന്നു. നീ അടുത്തു വാ, എപ്പോഴേ വന്നിരിക്കുന്നു എന്ന നിലയിലായിരുന്നു മകൾ. കാരണം ഇത്രയും കാലമായിട്ട് ഒരിക്കലും അച്ഛൻ ഇത്രത്തോളം സ്നേഹത്തോടു കൂടി അവളോട് പെരുമാറിയിട്ടില്ല. നിന്റെ അമ്മ കുറച്ച് പണം അയച്ചു തന്നു. അതിനെ കൊണ്ട് പണയത്തിലിരുന്ന ഈ മാല എടുത്തു. ഇതിനിപ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്തിനാ? നിനക്ക് 16 വയസ്സായില്ലേ? 5 പവനുണ്ട്, നിന്റെ കഴുത്തിൽ കിടക്കട്ടെ. അച്ഛൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി. മടിയിൽ ഇരുത്തു അച്ഛ. കുട്ടിക്കാലത്ത് നിന്ന് ചിമ്മീസിട്ട ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞത് അവൾ ഉള്ളിൽ കേട്ടു. അപ്പോൾ പണ്ട് മുതലേ അച്ഛൻ്റെ ഒരു സ്നേഹം, ലാളന ഇതൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും അതിനുള്ള ഒരു ആഗ്രഹം, ഒരു ത്വര അവളുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഇത് കണ്ട ചെക്കന് കുശുമ്പാകും. അതുകൊണ്ട് ഞാനൊരു കാരണം പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടത്. അച്ഛൻ അവളുടെ മെടഞ്ഞ മുടി നീക്കി സ്വർണ്ണമാല അവളുടെ കഴുത്തിൽ അണിയിച്ചു. പിന്നെ കഴുത്തിൽ സാവധാനം തഴുകി. പൊന്നെന്തിനാ എൻ്റെ പൊന്നച്ച എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു അവൾ. കാരണം ഒരിക്കലും കിട്ടാത്തൊരു സ്നേഹമാണ് ഇപ്പം അവൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് അവൾ അങ്ങനെ വിചാരിച്ചു. അച്ഛൻ മന്ദഹസിച്ചുകൊണ്ട് നോക്കി. സ്വർണ്ണമിട്ടപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞതുപോലുണ്ട്. അച്ഛൻ്റെ കൈ കഴുത്തിന് പിന്നിലേക്ക് സഞ്ചരിച്ച് സാക്ഷിയുടെ മുടിയിൽ അലസഗമനം നടത്തി. പ്രസവ വാർഡിൽ ശിശുക്കളെ പൊതിയുന്ന ഒരു തുണിപ്പുതപ്പിൻ്റെ സ്പർശം അവൾ അതിൽ അനുഭവിച്ചു. അവൾ ശരിക്കും അച്ഛൻ്റെ ആ സ്നേഹം, ലാളന അതാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത നിമിഷത്തിൻ്റെ പകുതി മാത്രമെടുത്ത് ഒരർദ്ധഭ്രംശത്തിൽ അയാളുടെ കൈ കീഴെ അരുതാത്തിടത്തേക്ക് തെന്നി വീണ് തന്തയില്ലായ്ക കാട്ടിത്തുടങ്ങി. അവ വിരലുകളല്ല, 5 തന്തുക്കളുള്ള ഒരു ഭീമൻ ചിലന്തിയാണെന്ന് സാക്ഷിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അവളുടെ തേൻ നിറഞ്ഞ നെഞ്ചിൽ നിന്ന് അത് ദ്രവങ്ങൾ വലിച്ചു കുടിക്കാൻ തുടങ്ങിയിരുന്നു. സൂചിക്കുത്തേറ്റ ചോരപ്പൈതലിൻ്റെ തൊണ്ടുപിളർന്ന കണ്ണുകളോടെ അവൾ അച്ഛനെ നോക്കി. മറുപടിയായി അയാളുടെ ഗളനാളത്തിൽ നിന്ന് ഒരു നാവുമത്സ്യം വെളിയിൽ വന്ന് അവളുടെ ചെവിക്കുഴയിലിറങ്ങി. പേടിക്കേണ്ട, മുൻവശത്തെ വാതിൽ താഴിട്ടിട്ടുണ്ട്.
അപ്പം ഇതാണ് വീടിൻ്റെ ഉള്ളിൽ വളരെ സുരക്ഷിതയാണ് എന്ന് വിചാരിക്കുന്ന പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ചിരപരിചിതമായ അവളുടെ സ്വപ്നങ്ങളിലുള്ള ആ പേടിപ്പെടുത്തുന്ന രൂപം, അത് അവളെ എന്നും പിന്തുടർന്നുകൊണ്ടിരുന്നത് സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അപ്പം അവിടെ സമകാലിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം വളരെ ഹൃദയസ്പർശിയായിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എവിടെയും സുരക്ഷിതയല്ലാത്ത, ഒരുപാട് വിശ്വസിക്കുന്ന, ഒരിക്കലും തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, താൻ സുരക്ഷിതയാണ്, താൻ സംരക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെ തനിക്ക് സംരക്ഷണം ലഭിക്കാതിരിക്കുകയും തൻ്റെ ചാരിത്രത്തിന് വില പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ ഒരു പ്രശ്നത്തിന്, സമകാലികമായിട്ടുള്ള ഒരു അനുഭവത്തിന് വളരെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിക്കുകയാണ് തന്തത്താഴ് എന്നുള്ള കഥയിലൂടെ പ്രമോദ് രാമൻ ചെയ്തത്. ഇത്രയാണ് ആ കഥ.